നമസ്കാരം. വിവാദങ്ങളുടെ പുകച്ചുരുളുകൾ ഒഴിയും മുൻപ് തന്നെ കേരളത്തിൽ AI ക്യാമറകൾ ഇന്ന് മുതൽ മിഴി തുറന്നു തുടങ്ങി. ഇന്നു മുതൽ യാത്ര ചെയ്യുമ്പോൾ മുകളിൽ ഒരാളുണ്ട്, അയാളെല്ലാം കാണുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. ഇല്ലെങ്കിൽ കീശ കാലിയാകുന്നത് അറിയുകയേയില്ല. കാര്യങ്ങൾ സുരക്ഷിതമാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ അത്ര സുഖകരമല്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് AI ക്യാമറയുടെ മറവിൽ കേരളത്തിലെ സർക്കാർ നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ശക്തമായ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധവും ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മുക്കിനും മൂലയിലും സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ സമീപത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം KPCC അധ്യക്ഷൻ K. സുധാകരന് നിർവഹിക്കും. പ്രതിഷേധിച്ചാലും ശരി, ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുക തന്നെ ചെയ്യും. മെയ് 20-നുള്ള ശുഭമുഹൂർത്തത്തിൽ പിഴ ഈടാക്കി തുടങ്ങും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എങ്കിലും കുട്ടികളുമായി ഇരുചക്ര വാഹന യാത്ര നടത്തുന്ന കുടുംബങ്ങൾ പാപ്പരാകുക തന്നെ ചെയ്യും എന്നുറപ്പുള്ളതിനാലും മറ്റ് ചില ആശങ്കകൾ നിലനിന്നിരുന്നതിനാലും കുറച്ചുനാൾ പിഴ ഈടാക്കാതെ ബോധവൽക്കരണവുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് പിരിവ് ജൂൺ 5 മുതൽ മതിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത്. അങ്ങനെ ജൂൺ 5 എന്ന ശുഭദിനം വന്ന സാഹചര്യത്തിൽ AI ക്യാമറകൾ മിഴി തുറന്നു തുടങ്ങി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം 2 ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ AI ക്യാമറകൾ എന്ന ബിരുദന്മാർ കണ്ടെത്തി കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുത്തിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇങ്ങനെ പോയാൽ ഖജനാവ് നിറയ്ക്കാൻ മദ്യത്തിന് വില കൂട്ടേണ്ടി വരില്ല എന്ന ആശ്വാസത്തിലാണ് സർക്കാരും അതോടൊപ്പം നമ്മുടെ മാന്യന്മാരായ കുടിയന്മാരും. അതേസമയം ഈ നിയമലംഘനങ്ങളിൽ കൂടുതലും ഇരുചക്ര വാഹനക്കാരാണ് എന്നതിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകും എന്ന ആശയക്കുഴപ്പത്തിലാണ് പലരും. ഈ ആശയക്കുഴപ്പം തീർക്കുന്നതിനായി കേന്ദ്രത്തിന് സംസ്ഥാനം ഒരു കത്തയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, തൽക്കാലത്തേക്ക് ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിൽ പിഴ ഈടാക്കില്ല എന്ന ആശ്വാസകരമായ ഒരു തീരുമാനവും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. അതേസമയം ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം എളമരം കരീം MPയോട് പറഞ്ഞത്. കാര്യം റോഡിലെ നിയമലംഘനത്തിന് ഈ ക്യാമറകൾ പ്രയോജനം ചെയ്യുമെങ്കിലും നിയമം അനുസരിക്കുന്നവർ മര്യാദയ്ക്ക് പോകുമെന്ന് കരുതാം. പക്ഷേ ഇതുവരെയും നിയമം പാലിക്കാത്തവർക്ക് ഇതൊന്നും ബാധകമാകില്ല എന്നും കരുതേണ്ടി വരും. എന്തായാലും പിഴയുടെ കാര്യത്തിലും ഒരു ബോധം എല്ലാവരും ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിക്കപ്പെടുന്ന ഓരോ നിയമലംഘനങ്ങൾക്കും പിഴ വരുന്നത് ഈ വഴിയാണ്. നിങ്ങൾക്ക് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാൻ മടിയാണെങ്കിൽ സർക്കാരിലേക്ക് 500 രൂപ നൽകണം. ഇതേ നിയമലംഘനം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ അത് 1000 മാറും. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 5000. ഇരുചക്ര വാഹനങ്ങൾ 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് അതിൽ 2-ൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്താൽ 1000 രൂപയാണ് പിഴയായി നൽകേണ്ടി വരിക. ഡ്രൈവിങ്ങിനിടെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 2000 രൂപയാണ് പിഴ. ഇനിയിപ്പോൾ അനധികൃതമായി പാർക്കിംഗ് നടത്തുന്നവർക്കാകട്ടെ 250 രൂപയും പിഴ ഈടാക്കും. അമിത വേഗതയാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ 1500 രൂപ പിഴ ഈടാക്കാനുമാണ് നിർദ്ദേശം. സിഗ്നലുകളിൽ ചുവപ്പ് മറികടക്കുന്നവർക്ക് പിഴയല്ല, മറിച്ച് നേരിട്ട് കോടതിയിലേക്ക് കേസ് പോകും. ഇതൊക്കെയാണ് പുതിയ നിയമത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല, ഒരേ തെറ്റ് തന്നെ മറ്റ് ക്യാമറകൾ പിടികൂടിയാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും പിഴയുണ്ടാകുക. ഉദാഹരണത്തിന്, ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന യാത്രക്കാരൻ 2 ക്യാമറയിൽ കുടുങ്ങിയാൽ പോക്കറ്റിൽ നിന്ന് പോകുന്നത് 1000 രൂപ ആയിരിക്കും എന്നോർത്താൽ നല്ലത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നൽകേണ്ടി വരുന്നത് 10000 രൂപ പിഴയാണ്. കൂടാതെ 6 മാസം ഒരു തടവുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ശിക്ഷാരീതി. പിന്നെ മറ്റൊരു കാര്യം, ഇരുചക്ര വാഹനത്തിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു 3ാം യാത്രക്കാരനായി യാത്ര അനുവദിച്ചിട്ടുണ്ട്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹെൽമറ്റും ആവശ്യമില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിയമം പാലിക്കാൻ തയ്യാറായിക്കോളൂ. അഴിമതി ആരും മറക്കുന്നില്ല എന്നവർക്ക് പ്രതിഷേധം ആളിപ്പഴത്തട്ടെ. പിന്നെ ഇടവപ്പാതിയെയും തുലാവർഷത്തെയും അതിജീവിക്കാനുള്ള കഴിവ് ഈ ഉഡായിപ്പ് ക്യാമറകൾക്ക് ഉണ്ടാകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.